അമ്മയ്ക്കറിയാമായിരുന്നു. കാരണം അപ്പൻ സ്നേഹിച്ച മകൻ ഏശാവാണ്. സ്തോത്രം. അമ്മ സ്നേഹിച്ച മകൻ യാക്കോവാണ്. അതുകൊണ്ട് അമ്മയുടെ സ്നേഹവും അപ്പന്റെ സ്നേഹവുമായിട്ടുള്ള വ്യത്യാസം. ചില വീട്ടിൽ എങ്ങനെയാ? ആമേൻ, ഹല്ലേലൂയ. ചില മക്കളോട് ആമേൻ അമ്മയ്ക്ക് വലിയ സ്നേഹമാ, ചില മകനോട് ആമേൻ ഹല്ലേലൂയ പിതാവിന് വലിയ സ്നേഹമാ. അതിലിപ്പം മകളായിരിക്കാം, മകനായിരിക്കാം, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വ്യത്യസ്തമായ സ്നേഹം, വേർതിരിച്ചുള്ള സ്നേഹം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൻ നിന്നും വേർതിരിച്ചൊരു സ്നേഹം. അങ്ങനെ വേർതിരിച്ചൊരു സ്നേഹത്തിലല്ല വളരേണ്ടത് മക്കൾ. ആമേൻ, ഹല്ലേലൂയ. യാക്കോബ് തന്ന പ്രതിഫലം ദൈവത്തിന് ദാനമെന്ന മാതാപിതാക്കന്മാർ മക്കളെ കുറിച്ച് വിലയിരുത്തേണ്ടത് ആവശ്യമാ. അവരുടെ നന്മകളും അവരുടെ ഉയർച്ചകളും ഒക്കെ എങ്ങനെ ഹല്ലേലൂയ ദൈവത്താൽ ഉണ്ടാകേണ്ടതാണെന്നും അവരെ ഒരുപോലെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സാണ് മാതാപിതാക്കന്മാർക്ക് വേണ്ടത്. 10 മക്കളുണ്ടെങ്കിലും 2 മക്കളുണ്ടെങ്കിലും അവരെ ഒരുപോലെ കാണാനും ഒരുപോലെ സ്നേഹിക്കുവാനും ആമേൻ പഠിക്കേണ്ടതായിരിക്കുന്ന ഇവർ നേരെ തിരിച്ചാണ് ചെയ്തത്. പക്ഷെ ഇവർ യഹോവ ഭക്തന്മാരാണ്. സ്തോത്രം. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചവരാണ്, ദൈവിക വാഗ്ദത്തം അവർ എടുത്തവരാണ്, ദൈവിക വാഗ്ദത്ത പ്രകാരം ഇവർക്ക് സന്തതികൾ ഉണ്ടാകുന്നു. ഒക്കെ ശരിയാണെങ്കിലും നിസ്സാരമായ ഒരു കാര്യത്തിൽ അവരെന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകപ്പാടെ ഇപ്പോൾ മുമ്പ് സന്തോഷമുള്ളൊരു ഭവനം, സന്തോഷത്തോടെ ഇരുന്നൊരു ഭവനം, ഇപ്പോഴാണ്ട് മക്കള് രണ്ടും വീട്ടിലില്ല. സ്തോത്രം. അപ്പനും അമ്മയും ഇപ്പം വീട്ടിലുള്ളൂ, ഒരു സ്വസ്ഥതയുമില്ല. യാക്കോബിനെ കുറിച്ചുള്ള അറിവ് എവിടെ പോയെന്ന് എങ്ങനെ പോകുന്നു ഒരു പിടിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എത്തിച്ചേർന്നു. ഇന്നത്തെ പോലെയുള്ള ഇന്റർനെറ്റ് ഒന്നും അന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അത് എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൻ ഉപേക്ഷിച്ചാലും അമ്മ തള്ളിക്കളഞ്ഞാലും സഹോദരൻ ഇപ്പോൾ സഹോദരനെ കണ്ടാൽ വെട്ടുകത്തിയുമായിട്ട് നടക്കുക. കാരണം കണ്ടാൽ വെട്ടിക്കൊല്ലാമുള്ള ആ ഒരു സ്തോത്രം മനോഭാവത്തോടാണ് ഇപ്പോൾ തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഏശാവ് ഇപ്പോൾ നടക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് അനുഗ്രഹം നോക്കിക്കേ. ഇത്രയും പ്രയാസത്തോട് ഇത്രയും ഒരു കുറ്റവാളിയായിരിക്കുന്ന ഒരു യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നോക്കുമ്പോൾ ഹല്ലേലൂയ ഇവൻ നിരപരാധിയാണെന്ന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ നമ്മളെ പലതരത്തിൽ കുറ്റം വിധിച്ചെന്നിരിക്കാം, പലരും നമ്മളെ ഹല്ലേലൂയ കുറ്റപ്പെടുത്തിയെന്നിരിക്കാം, പലരും നമ്മളെ താഴ്ത്തി കെട്ടിയെന്നിരിക്കാം, പലരും നമ്മളെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം. പക്ഷെ നിന്നെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്, നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്, നിന്റെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ അവസ്ഥയിൽ ഏത് തരത്തിലേക്ക് പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രിയ സഹോദരാ നിന്നോട് കൃത്യമായി ഇടപെടുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവിടെ കിടന്ന് യാക്കോബ് ഒരു തീരുമാനമെടുക്കുകയാ. ദൈവസ്തോത്ര ദൈവമായ യഹോവയാകുന്നു, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തിന്റെ വാഗ്ദത്തം ഒരു വ്യക്തിയിൽ ആമേൻ ഹല്ലേലൂയ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവ വാഗ്ദത്തം. കാരണം ദൈവ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനകത്തു നിന്നും വന്നതിന്റെ ഫലമാ ഇപ്പൊ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇവിടെ ഏശാവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇസഹാക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, തന്റെ മാതാവായിരിക്കും റിബെക്കായും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, അവനൊരു കുഴപ്പവും വരുത്തരുത് കേട്ടോ, അവനെ സൂക്ഷിക്കണേ. ആമേൻ. ഇഴജന്തുവിൽ നിന്ന് സൂക്ഷിക്കണേ, കാട്ടുമൃഗങ്ങളിൽ നിന്ന് സൂക്ഷിക്കണേ, പൈശാച ബന്ധനങ്ങളിൽ നിന്ന് സൂക്ഷിക്കണമേ എന്ന് ആമേൻ ഹല്ലേലൂയ ഭവനത്തിന് ഇറങ്ങിയപ്പോൾ മുതലുള്ള പ്രാർത്ഥനയുടെ ശക്തിയാ. യഹോവയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. യാക്കോബിനോട് പറയാ, യാക്കോബേ സ്തോത്ര ഹല്ലേലൂയ, ഇത് നിനക്കുള്ളതാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യാക്കോബ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ എന്റെ യാത്രയിൽ കർത്താവേ അങ്ങ് കൂടെ ഇരിക്കണം. എനിക്ക് ഭക്ഷണം തരണം, എനിക്ക് വസ്ത്രം തരണം,
എനിക്ക് സമ്പത്തോടു കൂടി എന്നെ മടക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഈ സ്ഥലത്ത് വന്നാൽ ഇന്ന് ഞാൻ ഈ കിടന്ന സ്ഥലത്ത് ഞാൻ നിനക്ക് വേണ്ടി ഒരു ആലയം പണിയും. പ്രൈസ് ദി ലോർഡ്. എന്ന തലയണയായി കിടന്നായിരിക്കുന്ന കല്ലെടുത്ത് അത് മാറ്റി നിർത്തി എണ്ണ ഒഴിച്ച് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ചിട്ടാണ് ഇദ്ദേഹം യാത്ര തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന യുവതിലെ, നീ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഉറങ്ങുകയല്ല ചെയ്യേണ്ടത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായോ? തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായോ? നിന്റെ വിഷയത്തിനകത്ത് കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുന്ന ദൈവമല്ല, നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ താൻ യാത്ര പോയി. സ്തോത്രം. ലാബാന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ നീണ്ട 20 വർഷത്തെ കഠിനാധ്വാനം ചെയ്തു. ദൈവത്തോട് അന്ന് പറഞ്ഞത്, എനിക്ക് സ്തോത്രം, വസ്ത്രം, ആഹാരം, സമ്പത്ത് എല്ലാം തന്നു മടക്കി വരുത്തണമെന്ന് പറഞ്ഞു. കർത്താവ് അതുപോലെ തന്നെ ചെയ്തു. ആമേ. ഭാര്യമാര് 2 പേരെ, 6 ദാസിമാരെ, മക്കൾ 12 പേരെ. ഹല്ലേലൂയ. ആട് മാട് ഹല്ലേലൂയ എന്ന് വേണ്ട സകല ധനസമൃദ്ധിയോടെ താൻ മടങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 20 വർഷത്തിന് ശേഷമായിട്ട് മടങ്ങി വരുമ്പോൾ യാക്കോബിന്റെ സൂര്യൻ ഉദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കണ്ടത് യാക്കോബിന്റെ സൂര്യൻ അസ്തമിച്ചു. അസ്തമിച്ച സ്ഥാനത്ത് സ്വർഗവാതിൽ തുറന്നു. യാക്കോബിനെ വാഗ്ദത്തം കൊടുത്തു, അനുഗ്രഹം കൊടുത്തു. താൻ മുൻപോട്ട് പോയി അതനുസരിച്ച് ആ വെളിപ്പാടിലും ആ ദർശനത്തിലും ആ ദൈവികമായിരിക്കുന്ന അരുളപ്പാടിലും താൻ അവിടെ നിന്നപ്പോൾ ദൈവത്തിനുള്ള അനുഗ്രഹം ഭൗതികമായിട്ട് മാത്രമല്ല ആത്മീയമായിട്ട് താൻ പ്രാപിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 31-ാമത് വാക്യം വായിക്കുന്നത്, അവൻ പെനിയേൽ കടന്നു പോകുമ്പോ സൂര്യൻ ഉദിച്ചു. ഹല്ലേലൂയ. പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ പെനിയേലി വന്നു കഴിയുമ്പോഴത്തേനെ അവിടെ ഒരു പ്രശ്നമുണ്ടായി. കാരണം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതനുമായിട്ടൊരു വലിയ മൽപ്പിടുത്തം തന്നെ ഉണ്ടായി. ആമേ. ആ മൽപ്പിടത്തിനകത്ത് കഴിഞ്ഞ രാത്രിയില് ആമേൻ ഹല്ലേലൂയ ഹാരാനിലെ രാത്രിയിൽ മൽപ്പിടുത്തമുണ്ടായില്ല. അവിടുന്ന് വാഗ്ദത്തം താൻ പ്രാപിക്കാനിടയായി തീർന്നു. എന്നാൽ പെനിയേലി വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ മൽപ്പിടുത്തമുണ്ടായി. തന്റെ ദാസിമാരെ, ഇടയന്മാരെ, ഭാര്യമാരെ, മക്കളെ റാഗേൽ മരിച്ചുപോയി. ലേഖയുണ്ട്, 6 മക്കളുണ്ട്. ഇവരെല്ലാം ഒന്നിച്ച് വരുന്ന വഴിയിൽ ഇവരെല്ലാം അക്കരെ കടത്തി. യാബോക്കിന്റെ അക്കരെ കടത്തി. യാക്കോബ് കടന്നില്ല. യാക്കോബ് ദൈവദൂതനുമായിട്ടുള്ള മൽപ്പിടത്തത്തിലായി. മല്ലു പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവദൂതൻ പറയും, യുഷസ്സാകുന്നു, എന്നെ വിടൂ, എനിക്ക് പോകണം. ആമേൻ. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെ ആരാധിക്കുന്ന, ഇങ്ങനെ ദൈവകൃപ ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തിയുടെ മേലാണ് ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നത്. സ്തോത്രം. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഇതെന്താ ഈ പിടിക്കാനുള്ള കാരണം എന്നറിയാവോ? ഈ പുള്ളിയുടെ പേര് മാറിയിട്ടില്ല. അത് കാരണം ഈ പിടുത്തം മുഴുവൻ വന്നത്. ദൈവത്തോട് ചോദിച്ചു, സത്യത്തിൽ നിന്റെ പേരെന്താ? എന്റെ പേര് യാക്കോബ. ഞാൻ പേര് മാറ്റാൻ പോവാ. നിന്റെ പേര് ഇനി മുതൽ യാക്കോബ് എന്നല്ല അറിയപ്പെടുന്നത്, ഇസ്രായേൽ എന്നറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് എന്നുള്ള പേര് മാറിയിട്ട് ദൈവം തമ്പുരാൻ പേര് മാറ്റി ഇസ്രായേൽ. ആമേൻ. ഇസ്രായേൽ എന്നറിയപ്പെട്ട് ആമേൻ ഹല്ലേലൂയ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ തനിക്കെതിരെ വന്നതായിരിക്കുന്ന ഏശാവ് ഇപ്പൊ കുമ്പിട്ട് നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ കാണുമ്പോൾ അറിയാം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നവൻ അവൻ കുമ്പിടുക തന്നെയും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം നിന്നോട് കൂടെ വസിക്കാൻ തുടങ്ങിയെന്നറിയാം.
ഹല്ലേലൂയ. ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാൻ കർത്താവേ, ഞാൻ പലപ്പോഴും ഏകനായി തീർന്നിട്ടുണ്ട്, ഏകാന്ത അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ, എന്നെ കാണുന്ന ദൈവം, എന്റെ ആവശ്യം അറിയുന്ന ദൈവം, എന്നെ നടത്തുവാൻ ശക്തനായ ദൈവം, ഇന്ന് പകൽക്കാലം ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ഹല്ലേലൂയ വാഗ്ദത്തം പ്രാപിച്ചുകൊണ്ട് ആമേ സന്തോഷത്തിലേക്ക് മുൻപേറുവാൻ ഉള്ളതായിരിക്കും ആയുസ്സും ആരോഗ്യവും ദൈവം നിനക്ക് ദാനം ചെയ്തിട്ടുണ്ട്. നീ ഒരുപക്ഷെ രോഗക്കിടക്കയിലായിരിക്കാം, മരിച്ചു പോകുന്ന ഒരു പക്ഷേ വിചാരിച്ചെന്നിരിക്കാം. പക്ഷേ ദീർഘായുസോടുകൂടി മടക്കി വരുത്തുന്ന ദൈവം നിന്നെ സ്നേഹിക്കുന്ന സ്നേഹമാ. കർത്താവിന് സ്തോത്രം. എല്ലാം നന്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം. നമ്മുടെ കണ്ണിൽ ഒരു വാക്ക് പറയാം. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ഓരോ നിന്റെ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.